ഞാൻ സ്കൂട്ടർ. ആഹാ, കുട്ടപ്പായി കോളടിച്ചല്ലോ. അത് പിന്നെ ചീട്ടുകളി തുടങ്ങി പിടിച്ചുപറി വരെ എവിടെ അവൻ നേടും. ഇല്ലിക്കൽ റപ്പായുടെ മോനല്ലേ? ആ, എനിക്ക് പറയാനൊരു തന്തയുണ്ട്. വേറെ ചിലരോടൊക്കെ തന്ത ആരാണെന്ന് ചോദിച്ചാലേ അമ്മ വീട്ടുകാരാണെന്നോ രാജപരമ്പരയാണെന്നോ ദിവാൻ ബേഷ്കാരുടെ അനന്തരവനാണെന്നോ ഒക്കെ പറയാനേ ഒക്കൂ. വർക്കിയേ, സംഗതി അതൊന്നും അല്ല കേട്ടോ. പണ്ട് ഇവിടത്തെ കുറെ അമ്മച്ചിമാര്, ക്രിസ്ത്യാനികളല്ല കേട്ടോ, വലിയൊരു കെട്ടുവള്ളത്തെ തിരുവനന്തപുരത്ത് പോയി ആറ്റുകാല പൊങ്കാല കാണാൻ. അങ്കവും കണ്ട് താലിയോടിച്ചെന്ന് പറയുന്ന പോലെ പൊങ്കാലയും കണ്ട് വേറെ ചിലതുമൊക്കെ സാധിച്ച്. ഇതെന്തൊക്കെ പറഞ്ഞാലും അനന്തര തലമുറയുടെ മുഖത്ത് ഒരു രാജകലയുണ്ട് കേട്ടോ. കേട്ടോടാ രാമുണ്ണി, എന്തോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആൾക്കാർ പണ്ട് പോലെ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. 500 തലമുറ പുറകോട്ടെടുത്താലും നമ്മുടെ ജാതി മതവും ഒക്കെ ഒന്ന് തന്നെയാ, അല്ലേടാ? അതെ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? സൂചി ഗോതമ്പും പാൽപ്പൊടിയും കിട്ടാൻ വേണ്ടി ഓശാന പാടി നടന്നവന്മാരൊക്കെ ഇന്ന് മിടുക്കന്മാരായി പോയി. ഞാൻ നിർത്തി. എടോ പണിക്കരേ, താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു. തീർന്നേ? തീർന്നു. എന്നാ ഒരു കാര്യം പറയട്ടെ. പാടോ. ഞാനേ നമ്മുടെ കൂട്ടുപുഴ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യാൻ പോവാ. പക്ഷെ അവിടെ വെള്ളം കിട്ടുകയില്ല. വഴിക്ക് വീതി കൂട്ടി കൊടുക്കാമെങ്കിൽ പൈപ്പ് ലൈൻ ഇട്ട് തരാമെന്നാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. വഴിക്ക് വീതി കൂട്ടിയാൽ എനിക്ക് മാത്രമല്ല, തനിക്കുണ്ട് പ്രയോജനം. അങ്ങനെയാണോ? എങ്കിൽ കൂട്ടിക്കോ. പക്ഷേ ആ കലുങ്കിനടുത്തുള്ള വളവാ പ്രശ്നം. തന്റെ തോട്ടത്തിൽ നിന്ന് ഒരു 4-5 മരം വെട്ടി മാറ്റിയ ആ തേണി അങ്ങ് നേരെയാവും. പിന്നത്തെ കാര്യം ഞാൻ എന്തോ കേട്ടോടാ രാവുണ്ണി, എന്റെ റബ്ബർ വെട്ടിയിട്ട് ഇല്ലിക്കൽ റപ്പായിയുടെ മോൻ നേട്ടം. വെള്ളമില്ലെങ്കിൽ ബോർവെല്ലുണ്ടാക്കണോ? അതിനും സർക്കാരിന്റെ ഓസ് പിടിക്കാതെ. എന്നാലേ തന്റെ റബ്ബർ മരം ഞാൻ വെട്ടും ഞൊട്ടും. അതിനും ചുണയുള്ളവന്മാരൊന്നും ഇപ്പൊ ഈ നാട്ടിലിടൂ. പണ്ടൊരുത്തനുണ്ടായിരുന്നു, കന്നുകൂട്ടുകാരൻ ഇല്ലിക്കൽ പത്രോസ്. നമ്മുടെ ഇല്ലിക്കൽ റപ്പായുടെ തന്തേ. പത്രോസിന് 20 അരിയുടെ പഴങ്ങഞ്ഞിയും 2 പച്ചമുളകും കൂടെ കൊടുത്താൽ അവൻ വിട്ടു. എന്ത് ചെയ്യാം, ചത്തുപോയി. ഇനിയിപ്പൊ കുഴിമാടത്തിൽ നിന്ന് വിളിച്ചോണ്ട് വരാന്ന് വെച്ചാ ഏത് കുഴിമാടം? 59 വെള്ളപ്പൊക്കത്തിന് മുതല പിടിക്കലായിരുന്നു അങ്ങനെ. എന്താണ് പറഞ്ഞേ? കുട്ടപ്പായോട് കളിച്ച് അടിച്ചോണ്ട് തെപ്പിന്നായിരിക്കും തേണ്ടി. പോടാ. എന്താ കുട്ടപ്പായത്? എന്തിനൊരു സമാധാനം? നീ വാ, ഞാൻ പറയുന്നത് കേൾക്ക്. വാടാ. കളക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് ഇടപെടാൻ പറ്റില്ല. അതിപ്പോ പ്രൈവറ്റ് വഴിയാ. നിങ്ങൾ ഉടമസ്ഥന്മാർ തമ്മിൽ തീർക്കുന്നതാ നല്ലത്. ഞാനൊരു അതിക്രമം അങ്ങ് ചെയ്യും. സാറ് പോലീസിനെ പട്ടാളത്തിനെയൊക്കെ ആയിരുന്നാ മതി. ഒരു മയത്തിലൊക്കെ വേണേ. അതൊക്കെ ഞാൻ ഏറ്റു. അപ്പൊ വരട്ടെ. നമ്മൾ പലപ്പോഴും പുച്ഛിച്ചു തള്ളുന്ന ഈ യുവതലമുറ ഇന്നിവിടെ നാട്ടുകാർക്ക് മുഴുവൻ മാതൃകയായി തീർന്നിരിക്കുകയാണ്. ആത്മാർത്ഥ സേവനത്തിന്റെയും കർമ്മോത്സുകതയുടെയും പര്യായമായ ഈ വിദ്യാർത്ഥികൾ ഇന്നിവിടെ വെട്ടാൻ പോകുന്ന ഈ വഴിയുടെ പ്രത്യേകത ഒരുപക്ഷെ ഇന്ന് നമുക്ക് ആർക്കും മനസ്സിലായി എന്ന് വരില്ല. ഒരുപക്ഷെ ഇന്ന് കുറച്ച് മരങ്ങൾ ചിലക്ക് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നാളെ ഈ വഴി കൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രയോജനം കാലത്തിന് മാത്രമേ നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ. ഈ ശ്രമദാനത്തിന്റെ പ്രത്യേകത അംഗങ്ങളല്ലാത്തവർ പോലും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ദേവമാതാ കോളേജിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ രാജു, അലക്സ്, പാലുണ്ണി, അനിൽ എന്നിവരെ അനുമോദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ ശ്രമദാന മഹോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. എവിടെ? എല്ലാവരും ആഞ്ഞ് പണിതുകൊണ്ടിരിക്കുക. ഇപ്പൊ മരം വെട്ടിയാൽ ആരും അറിയത്തില്ല.
മുതലാളി, കോളേജ് പിള്ളേര് വഴിവെട്ടിന് ഇറങ്ങിയിരിക്കുക. നമ്മുടെ എസ്റ്റേറ്റിന്റെ സൈഡിൽ കൂടി ആ കുട്ടപ്പായിയാ ഉദ്ഘാടനം ചെയ്തേ. ഇവനെന്താ വട്ടാണോ? മറ്റു വേറെ ഒരു പണിയില്ലാത്തതുപോലെ വഴിവെട്ട്. എന്നാലേ തന്റെ റവർമാരെ ഞാൻ വെട്ടും. ഔണി, നമ്മുടെ ആൾക്കാരെല്ലാം വിളിച്ചോ. ശരി വാ. എന്നിട്ട് ഞങ്ങളുടെ റൂമുകളെല്ലാം തല്ലിപ്പൊളിച്ചു. അവന്മാർ അത്രയ്ക്കായോ? ഞാനിപ്പോ വരാം. ഇതിന്റെ ഒരു കുറവും കൂടി ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. വെട്ടും കുത്തും. ഉപദേശമൊന്നും ചോദിച്ചില്ലല്ലോ. വാടാ. ഇനി മുന്നും പിന്നൊന്നും നോക്കാനില്ല. ഇല്ലിക്ക തറവാട്ടോരോട് കളിക്കാൻ പണിക്കര് വളർന്നിട്ടില്ല. ആണുങ്ങളാരും ഇല്ലടാകത്ത്. നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ വിളിക്കാതെ ആരും പുറത്തേക്ക് വരണ്ട. എന്താടോ പണിക്കരെ രാത്രി ആളും മടിയും പാളും ഒക്കെ ആയിട്ട്? എവിടെയാവന്മാര്? യവന്മാര് എന്റെ റബ്ബർ വെട്ടിയവന്മാർ ഈ വീടിന്റെ തട്ടും പുറത്തോ പത്തായപ്പുറയിലോ കാണും. എനിക്കറിയാം. എല്ലാവരും ചെവിയിൽ നുള്ളിക്കോ. ഈ പണിക്കർ ഒരൊറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല. ആ കുട്ടപ്പായി, ഈ തറവാടിന്റെ കുളവിന്ന് ഞാൻ തോണ്ടും. ആഹാ, അപ്പൊ കാണണമല്ലോ. എടാ അനിലേ, രാജു, അലക്സേ, പാലുണ്ണി, ഇനി വാ. താണ്ടെ കുളകൊണ്ടാൻ വന്ന് നിൽക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കടാ. താണ്ട നിൽക്കുന്നത് എന്റെ റബ്ബർ വെട്ടിയവന്മാര്. വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്. എടോ പണിക്കരെ, താൻ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇവന്മാരൊന്ന് തൊട്ടു നോക്ക്. അപ്പ അറിയാ ഇല്ലിക്കൽ കുട്ടപ്പായി ആരാണെന്ന്. അടിച്ച് നിരത്തടായിമാര്. ഒട്ടുപോയ ചുട്ടുകളെയും പട്ടി കഴിവുള്ളവന്മാരെ. കുട്ടപ്പായി, അല്ല, കുളം തോണ്ടാൻ തൂമ്പായും കൂന്താലിയും ഒന്നും കൊണ്ടുവന്നിട്ടില്ലയോ? ഇല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും കൂടെ ഇറങ്ങി അങ്ങോട്ട് തോണ്ട്. താൻ തോണ്ടിയാ വെള്ളം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. തന്റെ അപ്പൂപ്പൻ കുളം തോണ്ടി കേശുപണിക്കരുടെ കുളം തനിക്ക് ലേശമെങ്കിലും കിട്ടാതിരിക്കല്ലോ. അങ്ങോട്ട് തോണ്ട്. എന്നാടാ പണിക്കര ചമ്മുണ്ണ? കൂലിത്തല്ലുകാരെ കയറ്റി വിടറാ. നീ പുറകെ നിന്നാ മതി. അപ്പനപ്പന്മാരെ തുടങ്ങി അതാണല്ലോ ശീലം. പണിക്കരെ, തന്റെ ആ ചുണ്ടൻ വെള്ളം കിടപ്പുണ്ടല്ലോ, അതിൽ ഈ കൂലിത്തല്ലുകാരെ വിളിച്ചോണ്ട് പോയി ചൂണ്ടയ്ക്ക് പോ. അതാ തനിക്ക് പറ്റിയ പണി. ചൂണ്ടയ്ക്ക് നീ പോയാ മതി. തലമുറ തലമുറയായിട്ട് മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും മുളയും മാച്ചാടാ കളിയാവുകാരുടെ ചുണ്ടൻ വെള്ളം. വേറെപ്പായി, ചുണ്ടൻ വെള്ളമൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ആഹാ, എന്നാ ഇത്തവണ ഞങ്ങൾ ഇറക്കൂടോ ചുണ്ടൻ വെള്ളം? ഇറക്കും ഇറക്കും. പള്ളിക്കാരുടെ ചെലവിലെങ്കിലും ഇല്ലിക്കക്കാര് വള്ളം ഇറക്കുന്നൊന്ന് കണ്ടാ മതിയായിരുന്നു. എന്താടാ കൊള്ളിച്ചൊരു വർത്താനം? എടാ, പള്ളിയും കോളേജും ആശുപത്രിയും ഉണ്ടാക്കാനാ ഞാൻ. ഒരു ചുണ്ടൻവെള്ളം ഉണ്ടാക്കാൻ എനിക്ക് ഒരുത്തന്റെ ഓജര ആവശ്യമില്ല. ഇല്ലിക്കാർ വിചാരിച്ച പുല്ലടാ ചുണ്ടൻവെള്ളം. വേണ്ടി വന്നാ കിഴക്കൻ മലയെന്ന് ഈട്ടിത്തടി വെട്ടിച്ചുകൊണ്ട് വന്ന് നല്ല പുത്തൻ ചുണ്ടൻവെള്ളം ഉണ്ടാക്കൂടോ? ഉണ്ടാക്കും. തന്നെ ജാതിന്ന് തുഴക്കാരെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് തുഴക്കാരെ കൊണ്ടുവന്നു. ഇനി അതും നടന്നില്ലെങ്കിൽ എഞ്ചിൻ വെച്ച് വെള്ളം ഓടിക്കൂടോ? നല്ല പുത്തൻ യമഹ എഞ്ചിൻ. ഈറ്റിത്തടിയിൽ വള്ളം ഉണ്ടായിക്കൊണ്ടങ്ങ് വാ, കാണാം. ആ കാണാടോ.
എടാ പിള്ളേരെ ഇന്നിന് നിങ്ങൾ ഹോസ്റ്റലിലൊന്നും പോകണ്ട ഇവിടെ കിടന്നു. ആ പോയിക്കൊണ്ടു വേഗം ചെല്ല്. എടാ കുട്ടപ്പായി നിന്റെ ബാറ്റിൽ നിന്ന് ഞാൻ 10,000 രൂപ ഇടും. അതെന്നാത്തിനാ അപ്പച്ച? എടാ കുരുത്തക്കെട്ടവനെ ഈ തോക്ക് വാങ്ങിക്കാൻ എവിടെ നടാ എന്റെ പൈസ? അയ്യോ അപ്പച്ച, ഇത് കളിത്തോക്കല്ലേ, എന്റോടാ ടോയ് പിസ്റ്റൾ. ആഹാ വായി കിടക്കണ നാക്കു കുരുത്തുള്ളതാണെങ്കിൽ എന്തിനാ അപ്പച്ച ഒറിജിനൽ തോക്ക്? ഈ ഡ്യൂപ്ലിക്കേറ്റ് പോരെ? അവന്മാര് പോയത് കണ്ടോ? പോടാ